ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തുന്ന ഒരു വ്ളോഗ് ചെയ്യാതെ ഇന്ന് നമ്മൾ കുറേ നാൾ കൂട്ടിയിട്ട് നാട്ടിൽ പോവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളെൻ്റെ റീൽസിലൊക്കെ കണ്ടു കാണും. എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ നാട്ടിൽ പോവാം. അപ്പം അതിൻ്റെ പെട്ടി പാക്കിങ്, നമ്മൾ ഇവിടുന്ന് പോകുന്നതിൻ്റെ വീഡിയോ, നാട്ടിലെത്തുന്നതിൻ്റെ അങ്ങനെ കുറച്ച് വ്ളോഗ് ഇട്ട് ഞാൻ അത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പെട്ടി പാക്കിങ്ങിലേക്ക് പോവാം. നമ്മുടെ കുറച്ച് പെട്ടികൾ. പക്ഷെ നമ്മൾ കൂലീനെ കൊണ്ടുപോകുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അവനും ഭയങ്കര വിഷമമാണ്. ഇത് കഴിഞ്ഞില്ലേ, ഒരാഴ്ചയായല്ലോ തുടങ്ങിയിട്ട്. ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് വെക്കും, അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വെക്കും. വെയിറ്റ് ബാലൻസ് ആവുന്നില്ല ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ UDF ജയിച്ചു. തമിഴ്നാട്ടിൽ അണ്ണൻ എഫക്റ്റാണ് എല്ലായിടത്തും. കണ്ടോ, കൂലി കയറിയിരിക്കുന്നുണ്ടോ ഗൈസ്. അങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു ഓപ്ഷൻ നമുക്കില്ലാത്തതിനാലും നമ്മൾ തന്നെ എങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയതെന്നുള്ളത് നമുക്ക് മാത്രം അറിയാമെന്നുള്ളതൊന്നും അവനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഗൈസ്. പക്ഷെ അവൻ അപ്പോൾ തൊട്ട് തുടങ്ങിയില്ല, പെട്ടിയുടെ അടുത്തൊന്നും മാറുന്നേ ഇല്ല. കുറേ നേരം പെട്ടിക്കകത്ത് കയറി കിടക്കുന്നു. അണ്ണൻ ചുറ്റും നടക്കാം. കൺഫ്യൂഷനായോ? എത്ര വർഷമായല്ലേ തുടങ്ങിയിട്ട്? 10-12 വർഷമായി പെട്ടികെട്ടൽ തുടങ്ങിയിട്ട്. കൊണ്ടായിരിക്കുന്നു ആ സ്ഥലം അതിന് പറ്റൂല കേട്ടോ. പുലിപ്പന്നാ ഇറങ്ങടാ അതിനകത്തുന്നാ. ഇതുപോലെ കയറിയിരിക്കുക ഗൈസ്. നമുക്ക് പെട്ടി കെട്ടി കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഇതെല്ലാം ഒന്നുകൂടെ അഴിച്ച് പണിത് വെയിറ്റ് എല്ലാം ബാലൻസാണ്. റൂം ഫുള്ള് അലമ്പാണ്ടോ കണ്ടു. ഗൈസ് കൂലിയെല്ലാം നോക്കുക കേട്ടോ. ഇവരെന്താ ഈ ചേട്ടനും ചേച്ചിയും ചെയ്യുന്നതെന്ന്. പാവം. എടുത്തു ഇല്ല, എല്ലാം ഞങ്ങൾ ഇട്ടു ദേഹത്തിന്. ഇപ്പം 40 ഗ്രാം കൊണ്ടുപോകാലോ, അതുകൊണ്ട് എനിക്കുണ്ട്. ഹലോ, പയ്യ ഇറങ്ങണം കേട്ടോ, വീടില്ല. നീ എന്നാ പോന്നെ? ഞങ്ങളുടെ റൂമിന്റെ ബാധ്യതയും കൂലീനെ ഏൽപ്പിക്കുന്നു. പൊന്നോലെ നോക്കണം. അതെല്ലാ ബാധ്യതകളും കൂലീനെ ഏൽപ്പിക്കുന്നു. ബൈ ബൈ. ഗൈസ്, ഫ്ലൈറ്റ് ഉണ്ടോ ഇല്ലോ എന്നറിയില്ല. ഇവിടെ പിന്നെയും വാണിങ്ങലോട്ടൊന്നും കുഞ്ഞു ക്യൂല് വെയിറ്റ് ചെയ്യാട്ടോ ഗൈസ്. ഇനി അറിയില്ല, നമ്മൾ ഇവിടം വരെ എത്തിപ്പെട്ടു. ഭാഗ്യത്തിന് ബാക്കിയും കൂടെ നമുക്ക് പോകാം. ഇവിടെ ഗേറ്റ് കാണിച്ചിട്ടില്ല കേട്ടോ. സോ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. നമ്മളെ ഗേറ്റ് നമ്മളെ കാണിക്കാത്തതുകൊണ്ട് നമ്മൾ നടന്ന് ഇനി എവിടെയെങ്കിലും പോയിരിക്കും. നമുക്ക് 9 വരെ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്നിട്ട് നമ്മുടെ ഗേറ്റ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരണം. പല കള്ളത്തരങ്ങൾ. ഈശ്വരാ, ഫ്ലൈറ്റ് പറക്കണേ. എങ്ങനെയും കൊളംബോ വരെ എത്തണേ. നമ്മളധികം ദാരുണമായ സാഹസ്യമായ രീതിയിൽ ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൈഡിൽ എന്തോ സംഭവം. ഇതെന്താ സംഭവം? വെൽക്കം ടു ശ്രീലങ്ക എയർലൈൻസ്. നമ്മളവിടെ 11:57 PM ചെല്ലൂ. ഇല്ല, ഒന്നും ആയിട്ടില്ല.
got multiple exits, so you're going to be fine. നമ്മളങ്ങനെ വെളുപ്പാങ്കാലം ആയപ്പോഴത്തേക്ക് ശ്രീലങ്കയിൽ ലാൻഡ് ചെയ്തിട്ടു. ശ്രീലങ്കയിൽ നല്ല മഴയായിരുന്നു, നല്ല മഴയും നല്ല തണുപ്പും ഇടിയൊക്കെ കാണണമായിരുന്നു. ഒരു രക്ഷ തണ്ടർ സ്റ്റോമിൻ്റെ വല്ലാത്തൊരു വേർഷൻ തന്നെയായിരുന്നു. Bersatu edisi lembagaan Malukuan yang kita terdapat di Raja yang mendapat ketabahan. Obada yang saya kawasan apa yang perluan terdapat Sri Lankan contestants at the terminal. Please proceed to the transfer desk or contact a member of the ground staff of Sri Lankan Airlines. It has been a pleasure looking after you and we hope to see you again soon. Thank you for flying Sri Lankan Airlines, a member of the One World Alliance. Ayubowan. നീയും കൂലിയായിട്ട് അഗാധ ബന്ധത്തിലായതുകൊണ്ട് നമ്മളങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ശ്രീലങ്കയിൽ നല്ല മഴയാണ്. ഇവിടെ ഗൈസ് നമ്മൾ ഇനി അടുത്ത കണക്റ്റിംഗ് ഫ്ലൈറ്റിൻ്റെ നോക്കണം. കൊച്ചി നമ്മളങ്ങനെ ശ്രീലങ്ക എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് ലോകം സഞ്ചരിക്കണമെന്ന്. അതുകൊണ്ട് പുള്ളി ഓരോ സ്ഥലത്തുള്ള ഓരോ തവണ പറയുമ്പോൾ ഓരോ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുക്കും. അവിടെ നിന്ന് കാലൊന്ന് കുത്തും, സ്റ്റാമ്പ് നടിക്കും, പോകും. ഇനി സമയം ആവർത്തിച്ച് പോരുത്. ഗൈസ് നമ്മൾ ശ്രീലങ്കയിൽ വന്നിട്ട് കുറച്ച് ഫുഡിന് വേണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. എന്താ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ഫുഡ് കോർട്ട് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ ഒരിറ്റ് ഫുഡിന് വേണ്ടി ദാഹിച്ച് നടക്കുന്ന ഗൈസ് നമ്മൾ വിശന്നപ്പോൾ അവിടെ കയറി. നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് വളരെ ക്യൂ ഇനി ശ്രീലങ്ക ടു കൊച്ചി. ഇനി നമ്മൾ സെക്കൻഡ് ടൈമാണ് ശ്രീലങ്കൻ എയർലൈൻസിന് ഫ്ലൈ ചെയ്യുന്നത്. ഇറ്റ്സ് എ റിയലി ഗുഡ് എയർലൈൻ. ആക്ച്വലി നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു എയർലൈനാട്ടോ. അവരുടെ സർവീസാണെങ്കിലും പറയേണ്ട തന്നെ നല്ല സർവീസും കാര്യങ്ങളെല്ലാം ആണ്. ഫുഡാണെങ്കിലും അടിപൊളിയാട്ടോ.
അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം കൊച്ചിയുടെ മുകളിലെത്തിയിട്ടോ. കൊച്ചിയുടെ മുകളിൽ വട്ടം ഇട്ട് പറന്നുകൊണ്ടിരിക്കുക. വിത്തിൻ മിനിറ്റ്സ് നമ്മൾ ലാൻഡ് ചെയ്യും. Thank you for flying Sri Lankan Airlines, a member of the One World Alliance. Ayubowan. നമ്മളങ്ങനെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു ഗൈസ്. കൊച്ചിയിലെത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ബാഗ് കിട്ടാനുള്ള ഒരു താമസം ഫ്ലൈറ്റ് ഇത്രയുമായിരുന്നു. അങ്ങനെ നമ്മൾ എറണാകുളത്തൊരു കടയിൽ കയറി ദോശയൊക്കെ കഴിച്ച് ഇനി തിരിച്ച് നമ്മൾ ഇടുക്കിക്ക് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.